ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൽ ചിലതൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നത് തന്നെ ആയിരിക്കും, എന്നാൽ അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ തക്കാളി വാങ്ങുന്ന സമയത്ത് അത് കുറച്ച് കാലം മാത്രമേ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചധിക കാലം തക്കാളി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ക്ലിയർ ടാപ്പ് എടുക്കുക. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് തക്കാളിയുടെ മുകൾ ഭാഗത്ത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ തക്കാളി വാങ്ങുന്ന ആ ദിവസം തന്നെ നമ്മളിത് ചെയ്താൽ ഒരു മാസത്തിൽ കൂടുതലൊക്കെ തക്കാളി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഫ്ലാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉപയോഗിച്ച് കുറച്ച് കാലം വെച്ചിരുന്നാൽ അതിൽ നിന്നൊരു ചീത്ത സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ അതിൽ നേരത്തെ ഒഴിച്ചിരുന്ന ചായയുടെയോ പാലിൻ്റെയോ ഒക്കെ ഒരു സ്മെല്ല് എത്ര കഴുകിയാലും അതിൽ തന്നെ ചെറുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ വെള്ളത്തിലൊന്ന് മുക്കി ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഈ ഫ്ലാസ്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 പീസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു 3-4 മണിക്കൂറോളം ഇതേപോലെ തന്നെ അങ്ങ് അടച്ചു വെക്കുക. അതിനുശേഷം ആ പേപ്പർ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് വെള്ളം കൊണ്ട് കഴുകിയെടുത്താൽ മതി. നേരത്തെ ഉണ്ടായിരുന്ന ആ ചീത്ത മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ കറിയിലേക്കൊക്കെ അരിയുന്ന സമയത്ത് ഉള്ളിയൊക്കെ അധികവും ഇതേപോലെ പകുതിയായിട്ട് ബാക്കി വരാറുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അത് ചുങ്ങിപ്പോകുന്നത് കാണാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉള്ളിയുടെ മുറിച്ച ഭാഗത്തേക്ക് ചെറുതായിട്ട് ഉപ്പ് ഒന്ന് തേച്ച് കൊടുക്കുക. മുറിച്ച ഭാഗത്തേക്ക് മാത്രം ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഇതേപോലെ ഫ്രഷ് ആയി തന്നെ ഇരിക്കും. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ തേങ്ങ ചിരകിയിട്ട് ബാക്കി വരുന്ന സമയത്ത് ചിരകിയത് ബാക്കിയുള്ളതോ അല്ലെങ്കിൽ പൊട്ടിച്ചതോ ഒക്കെ ആയിട്ട് പകുതി നമ്മൾ ഫ്രിഡ്ജിലോട്ട് തന്നെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അതിനായിട്ട് തേങ്ങയുടെ സൈഡിലും അതുപോലെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഉപ്പ് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വിണ്ട് കീറാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ തേങ്ങ വെച്ചിരുന്നാൽ ഉൾഭാഗത്തൊരു മഞ്ഞ കളർ വരുന്നതായിട്ട് കാണാം. അതിന് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ശർക്കര വാങ്ങുന്ന സമയത്ത് അത് വാങ്ങി കുറച്ച് കഴിയുമ്പോൾ പുറത്ത് വെച്ചിരുന്നാലും അതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം വെച്ചിരുന്നാലും ഒരു പുറത്തൊരു പൂപ്പൽ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ ശർക്കര നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക. ഇതിപ്പോൾ ഇനി ഒരു കവറിലാക്കിയിട്ട് പുറത്തോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കത്തി, നെയിൽ കട്ടർ, കത്രിക ഇവയൊക്കെ മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ ചായ എടുക്കാൻ ഉപയോഗിക്കുന്ന സെറാമിക് കപ്പിൻ്റെ അടിഭാഗം വെച്ചിട്ട് നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. കുറച്ച് നേരം ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി ഇത് തന്നെ നമുക്ക് സെറാമിക് ബൗളിൻ്റെ അടിഭാഗം വെച്ചിട്ട് നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കത്തിയൊക്കെ നമ്മൾ മൂർച്ച കൂട്ടുന്ന സമയത്ത് കയ്യിൽ നിന്ന് തെന്നി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ നാട്ടിലുള്ള നാടൻ കത്തിയൊക്കെ ഇത് വെച്ചിട്ട് മൂർച്ച കൂട്ടുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ കിച്ചണിലും സിങ്കിലൊക്കെ ഉള്ള പൈപ്പ് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ്. അതിനുവേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡിഷ് വാഷറും അതിന് കൂടെ ഒരു കുറച്ച് ടൂത്ത് പേസ്റ്റും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് ഈ പൈപ്പിൽ തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ തേച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ നമുക്ക് വെള്ളം കൊണ്ട് കഴുകിയെടുക്കാം. ഇതുപോലെ നല്ല തിളക്കം കിട്ടും. ഇനി നമുക്ക് ഇതേ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
ഇതാ ഇപ്പോൾ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ റവയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ വരുന്നതായിട്ട് കാണാം. അത് പോവാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഈ റവ ഇട്ട് കൊടുത്തിട്ട് ചെറിയ ചൂടിൽ നമ്മൾ ഇതൊന്ന് വറുത്തെടുത്താൽ മതി. തീ കൂടി പോകാൻ പാടില്ല. അതേപോലെ തന്നെ കുറേ സമയമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കുറേ കാലം ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനൊരു മങ്ങൽ വന്നിട്ടുണ്ടാവും. ഇത് മാറാനായിട്ട് ഒരു സ്ക്രബ്ബറിലേക്ക് ഒരു കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഈ ഗ്ലാസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഇനി ഇത് കഴുകിയെടുക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ മങ്ങലൊക്കെ മാറി നല്ല തിളക്കം കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളുടെ ഇതുപോലെയുള്ള ടിഫിൻ ബോക്സ് വാങ്ങുമ്പോൾ അത് ഫസ്റ്റ് തുറക്കുന്ന സമയത്ത് അതിനുള്ളിലൊരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് രണ്ടാക്കിയിട്ട് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ വെള്ളം നനച്ചു കൊടുക്കുക. ഇനി ഈ ടിഷ്യൂ പേപ്പർ ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അടച്ചതിന് ശേഷം ഒരു ദിവസം ഇത് ഇതേപോലെ തന്നെ വെക്കുക. അതിനുശേഷം അത് തുറക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന മൊബൈൽ ചാർജറിൻ്റെ കേബിള്, അത് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മങ്ങി ചളി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത് പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുക്കുക. ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മളുടെ കേബിളിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം തുടച്ചാൽ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ട് വരും. ഇതാ ഒരു പ്രാവശ്യം തുടച്ചപ്പോൾ തന്നെ അതിലുള്ള കംപ്ലീറ്റ് ചളി ടിഷ്യൂ പേപ്പറിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കേബിളും കണ്ടോ നല്ല വൈറ്റ് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.